നവഗ്രഹങ്ങളിൽ 2 ഗ്രഹങ്ങൾ ഛായാഗ്രഹങ്ങളാണ്. അവ നമുക്ക് കാണാനൊന്നും പറ്റില്ല. അതിന് ഈ കിഴക്ക് ഭാഗത്തിനെയൊക്കെ അതിൻ്റെ ഓരോരോ ഗ്രഹങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീതിച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ ഇതിന് ബന്ധം വരുന്നത്. ഒരാളുടെ വ്യാഴ സംബന്ധമായ വ്യാഴം പിഴച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ദുരിതം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, കടബാധ്യത വന്ന് കയറും. വിശ്വാസം എന്തും ആയിക്കോട്ടെ, ഒരു ഭൂമിയിലുള്ള ഓരോ ചരാചരങ്ങൾക്കും അതിൻ്റേതായ ഫലം ഉണ്ടാവില്ലേ. ആ ദേവതയുടെ പ്രീതി കൊണ്ട് ഈ ഗ്രഹദോഷത്തെ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ ആ ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ ഇല്ലാതെയാകുമോ ഒന്നും യുക്തിയല്ല. സൂര്യൻ നക്ഷത്രമാണെന്ന് കരുതി സൂര്യനെ ഗ്രഹമായിട്ടാണ് നമ്മൾ സങ്കല്പം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആത്മകാരകത്വമുണ്ട്, പിതൃകാരകത്വമുണ്ട്. രാജാവ്, സർക്കാർ ഒക്കെ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. സൂര്യനില്ലാതെ പറ്റില്ലല്ലോ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷവും വാസ്തുവും അതുപോലെ തന്നെ രത്നശാസ്ത്രവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുന്ദരം ആചാര്യാണ്. സർ, നമസ്കാരം. നമസ്കാരം. നവഗ്രഹങ്ങൾ, അതുപോലെ തന്നെ 8 ദിക്കുകൾ. വാസ്തുവിൽ വളരെ പ്രധാനമുള്ളതാണ് ഈ ദിക്കുകൾ. അപ്പോൾ ഇത് തമ്മിൽ, നവഗ്രഹങ്ങളും ഈ 8 ദിക്കുകളും തമ്മിലുള്ള ഒരു ബന്ധം, അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? നവഗ്രഹങ്ങളിൽ 2 ഗ്രഹങ്ങൾ ഛായാഗ്രഹങ്ങളാണ്. അവ നമുക്ക് കാണാനൊന്നും പറ്റില്ല. എത്ര വലിയ മൈക്രോസ്കോപ്പ് വെച്ചാൽ അല്ലെങ്കിൽ ദൂരദർശിനി വെച്ചാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊരു സാങ്കല്പിക ഗ്രഹങ്ങളാണ്. 2 പോയിന്റുകളാണ്. നോർത്ത് പോള്, സൗത്ത് പോൾ എന്നൊക്കെ പറയുന്ന പോലെ 2 ആകർഷണ ശക്തികളാണ്. അതിനൊരു എല്ലാം പുറത്തുള്ളതെല്ലാം റൗണ്ടാണല്ലോ. അപ്പം അങ്ങനെ അതിനെ ഗോളമായിട്ട് അല്ലെങ്കിൽ ഗ്രഹമായിട്ട് സങ്കല്പിക്കുന്നു. അതിന് രാഹു, കേതു എന്ന് പേരും വെച്ചു. അങ്ങനെയാണ്. ബാക്കിയുള്ളത് സപ്തഗ്രഹങ്ങളാണ്. 7 ഗ്രഹങ്ങളാണ് കാണാൻ പറ്റുന്നത്. സൂര്യൻ, സൂര്യൻ നക്ഷത്രമാണെങ്കിലും ജ്യോതിഷത്തിൽ ഗ്രഹമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചന്ദ്രൻ ഉപഗ്രഹമാണെങ്കിലും ഗ്രഹമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചൊവ്വ, ബുധൻ. അങ്ങനെ നോക്കുമ്പോൾ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ എണ്ണം കൂടില്ലേ? ഇല്ല, 9 ഗ്രഹങ്ങളല്ലേ ഉള്ളൂ. ഈ 9 എണ്ണത്തിൽ 2 എണ്ണം ഛായാഗ്രഹങ്ങൾ. അപ്പോൾ കുറയല്ലേ, 2 എണ്ണം കുറഞ്ഞ് ബാക്കി 7. 7 ഈ ഒരു സൂര്യൻ നക്ഷത്രവും ചന്ദ്രൻ ഉപഗ്രഹമല്ലേ. അപ്പോൾ 7 ബാക്കി പഞ്ചഗ്രഹങ്ങളേ ഉള്ളൂ. ആണ് പഞ്ചമഹാപുരുഷ യോഗം എന്നൊക്കെ പറയുന്ന 5 ഗ്രഹങ്ങൾക്കാണ് പരമപ്രാധാന്യമുള്ളൂ. അവരാണ് ഗ്രഹങ്ങൾ. അപ്പോൾ ഈ എന്നോടുള്ള ചോദ്യം, വാസ്തുവിലെ 8 ദിക്കുകളും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലേ. ഈ 8 ദിക്കുകളെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? 4 ദിക്കും 4 വിധിക്കും. ദിക്കിനും 2 ദിക്കുകൾക്കിടയ്ക്ക് ഒരു കേന്ദ്രം വരുന്നതിനെ വിധിക്കുന്ന പറയാം. ഇപ്പം കിഴക്ക് ദിക്ക് ഉണ്ടല്ലോ, തെക്ക് ദിക്ക്. കിഴക്ക് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസിൽ വരുമ്പോൾ തെക്ക് ദിക്കാണ്. അപ്പോൾ ഈ തെക്കും കിഴക്കും തമ്മിൽ ചേരുന്ന ഒരു കോർണർ ഭാഗമുണ്ട്. ഇതിനെ തെക്ക് കിഴക്കേ മൂല ദിക്ക് എന്നാ പറയാ. അഗ്നിമൂലയാണത്. മനസ്സിലായോ? കിഴക്കേ ദിക്ക് എന്ന് പറയുന്നത് ഇന്ദ്രമൂലയാണ്. ഇന്ദ്രനാണ് അവിടുത്തെ ദേവത. തെക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അവിടുത്തെ ദേവത. അപ്പം അഗ്നിമൂലയ്ക്കാണ് ഇത്. അപ്പം ഇതിനെ ഒരു ദിക്കായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 4 ദിക്കും 4 വിധിക്കും വരും. കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ്, വടക്ക് വടക്ക് കിഴക്ക്. അങ്ങനെ 8 എണ്ണം ഉണ്ട്. അതിന് ഈ കിഴക്ക് ഭാഗത്തിനെയൊക്കെ അതിൻ്റെ ഓരോരോ ഗ്രഹങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ചൊവ്വ, അങ്ങനെ വീതിച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ ഇതിന് ബന്ധം വരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ദിക്കിനാണ് ഇപ്പം ഈ 8 എണ്ണത്തിനെ സമമായിട്ട് നമ്മൾ കാണുന്നു. 2 അഗ്നിമൂലയ്ക്കാണ് കുഴപ്പമെങ്കിൽ ആ അഗ്നിമൂലയ്ക്ക് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആ മൂലയിലുള്ള രാശി മിഥുനം രാശിയാണ്. ആ മിഥുനം രാശിയുടെ ഉടമസ്ഥൻ ബുധനാണ്. അപ്പോൾ ആ ബുധനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ അഗ്നിമൂല പിഴച്ചാൽ ബുധൻ്റെ പിഴവ് ഇവിടെ ഉണ്ടാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ മനുഷ്യൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ കണക്കാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളും ഈ നവഗ്രഹങ്ങളും ഈ 8 ദിക്കുകളും ഇതിന് ഓരോന്നിനും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹദോഷം, പിന്നെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ എനർജിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ഭാഗ്യത്തെ ബാധിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു വ്യാഴം അതിന് ദോഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു മോശം സമയമാണെങ്കിൽ അത് വീടുകളിൽ എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ആവുക? നല്ല ചോദ്യമാണ്. ഒരാളുടെ വ്യാഴ സംബന്ധമായ വ്യാഴം പിഴച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ദുരിതം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, കടബാധ്യത വന്ന് കയറും. പിന്നെ സന്താനങ്ങളെ കൊണ്ട് ഉപദ്രവം അല്ലെങ്കിൽ രോഗാദി ദുരിതം ഉണ്ടാവും അല്ലേ. പിന്നെ ബുദ്ധിനാശം ഉണ്ടാവും, ബുദ്ധിമോശമുണ്ട്, ബുദ്ധിപരമായിട്ട് നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്ക് അബദ്ധം വരും. ഞാനത് പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇതൊക്കെ വരുന്നത് ഈ വ്യാഴം പിഴയ്ക്കുമ്പോൾ. വിശേഷ ബുദ്ധിയുടെ ആളാണ് വ്യാഴം. അപ്പോൾ വ്യാഴം നമുക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ അത് നമ്മുടെ വീട്ടിലെവിടെയാണ് എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് മീനൻ രാശിയും 2 ധനുരാശിയും. ഈ 2 വടക്ക് പടിഞ്ഞാറേ മൂലയും വടക്ക് കിഴക്കേ മൂലയും ശ്രദ്ധിച്ചാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ശരി, എലിസബത്ത് ചോദിച്ച ചോദ്യം വളരെ അക്യുറേറ്റാണ്. ഞാൻ പോകുന്ന റൂട്ടും അത് തന്നെയാണ്. ഇപ്പോൾ വന്നിട്ട് നമ്മളോട് ഇപ്പോൾ കുട്ടിക്ക് ഇന്ന പ്രശ്നമാണ്, പഠിക്കാൻ പറ്റുന്നില്ല, എത്ര പഠിച്ചിട്ടും ട്യൂഷൻ കൊടുത്തിട്ടും അവന് എക്സാം വരുമ്പോൾ അവൻ ഫെയിലിയർ ആവണു, അവന് വൈബ്രേഷൻ വരുന്നു, എന്താണ് വിമർശനം ചോദിക്കുമ്പോഴാണ് പഠനം കുട്ടികളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കേന്ദ്രം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗമാണ്. ആ വടക്ക് കിഴക്കേ ഭാഗത്ത് ഇന്ന സാധനങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അതിലേതെങ്കിലും അവിടെ ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ സെപ്റ്റി ടാങ്ക് വെച്ചിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്കാണെങ്കിൽ കുട്ടികളൊന്നും നന്നാവില്ല. അന്ധവിശ്വാസമാണെന്നോ എന്ത് പറഞ്ഞാൽ പോലും ആത്യന്തികമായിട്ട് ഇതിൻ്റെ ദോഷം നമ്മളെ ബാധിക്കും. വിശ്വാസം എന്തു ആയിക്കോട്ടെ, ഒരു ഭൂമിയിലുള്ള ചരാചരങ്ങൾക്കും ഓരോ ചരാചരങ്ങൾക്കും അതിൻ്റെതായ ഫലം ഉണ്ടാവില്ലേ? തീർച്ചയായും. വെള്ളത്തിന് ഒരു ബലമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. അത് തന്നെ ആ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട്. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ തർക്കിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഒരു വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളിൽ ഇപ്പോൾ അവിടെ ഒരു വാസ്തു ദോഷമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഓരോ വ്യക്തികളെയും, ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഓരോ തരത്തിലാണ്. ഇപ്പോൾ ഒരാൾക്കുള്ള ഒരു അനുഭവം ആയിരിക്കില്ല അടുത്ത ആൾക്ക്, ചിലപ്പോൾ അയാൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പുറത്തെ ആൾക്ക് ചിലപ്പോൾ അത് മോശമായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എല്ലാവരുടെയും ജാതകം ഒന്നാണോ? അല്ല, ദോഷങ്ങളിപ്പോൾ ഒരുപോലെയല്ലേ? അതാ പറഞ്ഞേ, ദോഷം ഒരേ ദോഷമല്ലല്ലോ, പല പല ദോഷത്തിലാണ്. ഇപ്പം മകനുള്ള ദോഷമായിരിക്കില്ല മകൾക്ക്, മകൾക്കുള്ള ദോഷമായിരിക്കില്ല അമ്മയ്ക്ക്, അച്ഛന് വേറെ ദോഷം, അപ്പൂപ്പന് വേറെ ദോഷം, ഇളയ കുട്ടിക്ക് വേറെ ദോഷം, പിന്നെ പല വിധത്തിലുള്ള ദോഷങ്ങൾ വരുന്നു. എന്നാൽ ഇവരെല്ലാവരും കൂടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പല ദോഷം വരുന്നു. അതെന്തുകൊണ്ട്? വളരെ യുക്തിപൂർവമായ ക്വസ്റ്റ്യനാണ്, അറിയാതെ ചോദിച്ചതാണെങ്കിലും കേട്ടോ. അപ്പോൾ കറക്റ്റാണത്. കാരണം ഇവർക്ക് ഒരു ജാതകമല്ല. അല്ല, അത് സംശയിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. വളരെ ഈ ഇപ്പൊ ഒരു തർക്കിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. യുക്തിപൂർവ്വം ചിന്തിക്കാവുന്ന നമുക്ക് എന്തുകൊണ്ട് പല ദോഷം വരുന്നു, അത് കറക്റ്റാണ്. അപ്പോൾ പലരുടെയും ജാതകം പലതാണ്. ഒരു വീട്ടിൽ 4 മക്കളുണ്ട്, ഒരച്ഛനും ഒരമ്മയും. ഈ അച്ഛൻ പോയി ഒരു കടയിൽ നിന്ന് അരി മേടിച്ചിട്ട് വന്നു, അമ്മ ഒരു കലത്തിൽ വെച്ച് വേവിച്ചു. 4 മക്കൾക്കും അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 മക്കൾക്കും ഈക്വലായിട്ട് വിളമ്പി കൊടുത്തു എന്ന് വിചാരിക്കുക. പ്രായമായ മക്കളാണ്, ഈക്വലായിട്ട് വിളമ്പി കൊടുത്തു. 4 പേർക്കും ബുദ്ധി ഒരുപോലെയാണോ വളരുന്നത്? അല്ല. ശക്തി, കളറ്, സ്വരം, സൗണ്ട്, ദേഷ്യം, വിശപ്പ്, ദാഹം, അവരുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളും, ചിലവരുടെ കല, വാസന, ഇതൊക്കെ വേറെ വേറെ അല്ലേ? അച്ഛനും അമ്മയും കൊടുത്തിരിക്കുന്നത് ഒരു കലത്തിൽ വെച്ച ഒരു തരം ഭക്ഷണമല്ലേ അല്ലേ? അപ്പം അതെങ്ങനെ വന്നു? അത് അവരുടെ ജാതകത്തെ ബേസ് ചെയ്തിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് വളരെ വ്യാപ്തിയുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ ഗ്രഹങ്ങൾ, ഈ നവഗ്രഹങ്ങളും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതെ. ഈ പല ദോഷമാണെങ്കിലും ഇപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അല്ലേ, ഒരാൾക്ക് ഈ വ്യാഴത്തിനെ ധനം എന്ന് സങ്കല്പിക്കാം. ഒരു വീട്ടിലെ എല്ലാവർക്കും ധനം കുറവുണ്ട് എന്ന് വിചാരിക്കും, ഉദാഹരണമാണ്. അപ്പോൾ വ്യാഴത്തെ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരാൾ, മൂത്ത മകൻ, അവനൊരു കാമുകിയുണ്ട്. ആ കാമുകിയുടെ ബർത്ത്ഡേ ആണ്. അതിനകത്ത് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല, അവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അവൻ പൈസ ഇല്ലാതെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കും. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, ഇത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് ദോഷമൊന്നുമില്ല, അതിന് പണമില്ല അല്ലേ. അച്ഛൻ
ഇവൻ്റെ അച്ഛനുണ്ട്, അച്ഛൻ്റെ കയ്യിലും ഈ പണം തന്നെ ഇല്ല. കറണ്ട് കാശ് കൊടുത്തിട്ടില്ല, വെള്ളത്തിൻ്റെ കാശ് കൊടുത്തിട്ടില്ല, ലോൺ അടച്ചിട്ടില്ല, പണിക്കാർക്ക് കാശ് കൊടുത്തിട്ടില്ല. അങ്ങനെ അയാൾക്ക് ആ രീതിയിലുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സംഗതികൾക്ക് പണമില്ല. പിന്നെ മകൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് പൈസ, ട്യൂഷനോ അല്ലെങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ല. എന്താണ് ഇവിടെ ഇല്ലാത്തത്? പണമാണ്. ഇവരെല്ലാം ഒരു വീട്ടിലല്ലേ? എല്ലാവർക്കും പലതരത്തിലുള്ള പ്രോബ്ലം അല്ലേ? പ്രശ്നം പണമല്ലേ? വ്യാഴമല്ലേ അതിൻ്റെ ആള്? അപ്പൊ വ്യാഴം പിഴച്ചത് കൊണ്ട് മകന് കാമുകിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കാശില്ല, അച്ഛന് വീട് കൺട്രോൾ ചെയ്യാൻ കടം തീർക്കാൻ പൈസയില്ല, അമ്മയ്ക്ക് രോഗം ചികിത്സിക്കാൻ പൈസയില്ല, മകൾക്ക് ട്യൂഷന് പോകാൻ പൈസയില്ല. മനസ്സിലായോ? ഇങ്ങനെ നാനാജാതി ആളുകൾക്കും ഈ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് പല വിധത്തിലുള്ള ദുരിതം വരുന്നു ഒരു വീട്ടിൽ തന്നെ. അത് അവരുടെ ആ സിറ്റുവേഷൻ കൊണ്ടാണ്. ആ സിറ്റുവേഷനെയും അവരുടെ ജാതകം കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷത്തെ നമുക്ക്, ഈ വാസ്തുദോഷമാണെങ്കിൽ അത്, ഗ്രഹദോഷമാണെങ്കിൽ അത്, അങ്ങനെ ദോഷം നമുക്ക് തീർക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാധിക്കും. അതാണ് ശാസ്ത്രം. ഈ 8 ദിക്കുകളിലെയും കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അവരെ പ്രീതിപ്പെടുത്തിയാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ആ ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം അപ്പം മെച്ചപ്പെടില്ലേ? തീർച്ചയായിട്ടും. അതെങ്ങനെ സാധിക്കും? അതിന് പൂജകളുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഈ 8 ഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ 9 ഗ്രഹങ്ങളും എന്ന് സങ്കല്പിക്കുക. 2 ഛായാഗ്രഹമാണ്, ബാക്കി 2 ഉപഗ്രഹവും ഗ്രഹവും നക്ഷത്രവുമാണ്. പക്ഷെ എന്നാൽ പോലും ഇവരുടെയൊക്കെ എനർജി ഉണ്ടല്ലോ ഇവിടെ. സൂര്യൻ നക്ഷത്രമാണെന്ന് കരുതി സൂര്യനെ ഗ്രഹമായിട്ടാണ് നമ്മൾ സങ്കല്പം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആത്മകാരകത്വമുണ്ട്, പിതൃകാരകത്വമുണ്ട്. രാജാവ്, സർക്കാർ ഒക്കെ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. സൂര്യനില്ലാതെ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ചന്ദ്രൻ അമ്മയാണ്, വെള്ളമാണ്, മനസ്സാണ്, രക്തമാണ്. ഇതൊക്കെ ചന്ദ്രനെ കൊണ്ടാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി വേണം നമ്മൾ ഓരോരോ ആളുകളെ പ്രധാന സംഗതിയിലേക്ക് കൊടുക്കുക. അങ്ങനെയല്ലേ? ഇപ്പം നമ്മളിലെ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് മനുഷ്യരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി, അല്ലേ, വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ അവർ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവരുടെ റോളൊക്കെ മാറിയില്ലേ? അതിനു മുമ്പേ അവർ നമ്മുടെ നാട്ടിൽ രമേശ് ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ തോളത്ത് കേട്ടുകൊണ്ട് നടന്ന ആളായിരിക്കും അല്ലേ? അപ്പം അതുപോലെ അല്ലല്ലോ, അവർക്കൊരു സ്ഥാനം കിട്ടുമ്പോൾ ആൾ മാറിയില്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് തരത്തിലുള്ള ഗ്രഹമായിക്കോട്ടെ, നക്ഷത്രമായിക്കോട്ടെ, ഉപഗ്രഹമായിക്കോട്ടെ, ഛായാഗ്രഹമായിക്കോട്ടെ, അവരൊരു സ്ഥാനത്ത് ഇതിനകത്ത് വരുമ്പോൾ അവർക്ക് അവരുടേതായ മാഗ്നറ്റിക് പവറുണ്ട്. അത് ഇങ്ങനത്തെ പൂജകളിൽ കൂടിയും പ്രാർത്ഥനകളിൽ കൂടിയൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആ പോയിന്റുമായിട്ട് നമ്മൾക്ക് മറ്റൊരു, ഈ ഗ്രഹങ്ങൾക്കൊക്കെ ഒരു ദേവതയുണ്ട്. ആ ദേവതയുടെ പ്രീതി കൊണ്ട് ഈ ഗ്രഹദോഷത്തെ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ ആ ഗ്രഹത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതെയാകുമോ ഒന്നും യുക്തിയല്ല. പക്ഷെ എന്താണ്, ഇപ്പോൾ മഴയെ നിർത്താൻ നമുക്ക് പറ്റില്ല. ഏത് ദേവതയ്ക്ക് ഏത് പൂജ ചെയ്താലും ഒരു മഴ നിർത്താൻ സാധിക്കില്ല. കാരണം മഴ ഇന്ന് തുടങ്ങിയതല്ല, എവിടെയോ രൂപം കൊണ്ട്, എന്നോ രൂപം കൊണ്ട് ഇവിടെ വന്നത് പെയ്യാണ്. അതിനെ നിർത്താൻ നമുക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ സുപ്രീം കോടതി പോയാലും പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥന അല്ലെങ്കിൽ കരുതൽ. പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? കരുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട പിടിക്കാം അല്ലേ? കുട പിടിച്ചു കഴിഞ്ഞാൽ മഴയുടെ പാട്ടിന് പെയ്യും. നമുക്ക് നനയാതിരിക്കാമല്ലോ, അത് നമുക്ക് തീരുമാനിക്കാമല്ലോ. അത് നമ്മുടെ സുബുദ്ധി കൊണ്ട് തീരുമാനിക്കാമല്ലോ. അതിന് ഈശ്വരാധീനം ഉണ്ടെങ്കിലോ അപ്പോഴേ ഇതൊക്കെ കുട കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം.